എങ്ങനെയാണ് വോട്ട് ചെയ്ത് പുറത്തേക്ക് വോട്ട് ചെയ്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി എങ്ങനെയാണ് ഒരു പ്രതികരണം? നല്ലൊരു പ്രതികരണമാണ് നമുക്ക് കാണുന്നത്. എല്ലാ ഭാഗത്തും നല്ല ഒരു പ്രതികരണം കാണുന്നുണ്ട്. ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു വികസിത നിലമ്പൂരിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതാണ് ഞങ്ങൾ കാണുന്ന ഒരു പ്രതികരണം. തുടക്കത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പം BJP സംസ്ഥാന പ്രസിഡന്റ് ആദ്യം ഈ തെരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമാണെന്ന് പറയുന്നു, പിന്നീട് സ്ഥാനാർത്ഥി നിർത്തുന്ന കാര്യത്തിൽ ഒരു വൈകലുണ്ടാകുന്നു. അപ്പോൾ അത് പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിച്ചിട്ടുണ്ടോ? പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല. പിന്നെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതൊക്കെ ശരിയാ തന്നെയാണ്, പക്ഷേ പ്രവർത്തനത്തെ ഞങ്ങൾ ബാധിച്ചിട്ടില്ല. പിന്നീട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ മുഴുവൻ ഊർജ്ജസ്വലരായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. വളരെ സജീവമായി രംഗത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് ഞങ്ങൾ ബൂത്തുകൾ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം വളരെ സജീവമാണ്. അക്കാര്യത്തിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല. വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടിച്ചാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതിനനുകൂലമായി ജനങ്ങൾ ചിന്തിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ താങ്കളുടെ മുന്നിലൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം 2016 BJPക്ക് കിട്ടിയ വോട്ട് അല്ലെങ്കിൽ അന്ന് NDAക്ക് കിട്ടിയ വോട്ട് 2021 ആയപ്പോൾ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇനി നിൽക്കുന്ന സമയത്ത് താങ്കളുടെ മുമ്പിൽ ആ വെല്ലുവിളി എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെ മറികടക്കാൻ കഴിയുന്നത്? ഞാനൊരു വ്യക്തിയല്ലല്ലോ, ഇതൊരു ഭാരതീയ ജനതാ പാർട്ടി വലിയ മഹത്തായ പ്രസ്ഥാനമാണ്. നരേന്ദ്രമോദിയെ കണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്, എന്നെ എന്നല്ല. ഞാൻ അതിനകത്തൊരു ഉപകരണം മാത്രമാണ്. നരേന്ദ്രമോദിജിയുടെ വികസനം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് അനുകൂലമായി ചിന്തിക്കും. വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. വിജയപ്രതീക്ഷ തന്നെയാണ്. നരേന്ദ്രമോദിജിയുടെ മുൻനിർത്തിയാണ് ഞങ്ങൾ പോരാടുന്നത്. വികസിത ഭാരതം, വികസിത നിലമ്പൂർ, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഈ സ്ഥാനാർത്ഥികളെല്ലാം എല്ലാ ബൂത്തുകളിലേക്കും പോകുന്നുണ്ട്. വളരെ കൗതുകരമായ ഒരു സംഭവം ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഒന്ന് സ്വരാജും ആര്യടൻ ഷൗക്കത്തും കണ്ടപ്പോൾ വളരെ ഊഷ്മളമായി അവർ കണ്ട് കൈകൊടുത്ത് പിരിഞ്ഞു. അതിനിടയിൽ അൻവറും ഷൗക്കത്തും കണ്ട സമയത്ത് ആദ്യം കൈകൊടുത്തു, പക്ഷേ എന്നെ കെട്ടിപ്പിടിക്കരുതെന്ന് അൻവർ പറഞ്ഞു, അതിനെ ആലിംഗനം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. താങ്കൾ എന്തായാലും മറ്റ് സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ എന്തായിരിക്കും സമീപനം? എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്. ഇവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവരുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതല്ലേ. ഇവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്. ഞാൻ ആരോടും ആലിംഗനം ചെയ്യേണ്ടതെന്നും പറയത്തില്ല, കെട്ടിപ്പിടിക്കേണ്ടതെന്നും പറയത്തില്ല. ആരെയും മാറ്റി നിർത്തില്ല. എല്ലാവരും വേണമല്ലോ. ഇന്ന് ഇലക്ഷൻ കഴിയും, നാളെ എല്ലാവരും വേണ്ടേ. ഞാൻ ഈ സമൂഹത്തിൽ ഞാൻ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് എല്ലാവരും വേണം, എല്ലാ ആളുകളും വേണം, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വേണം. ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയുള്ളൂ. എനിക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതീതമായി ഞാൻ എല്ലാവരോടും സൗഹൃദം പാലിക്കും. ഈ മോഹൻ ജോർജിൻ്റെ കുടുംബവും കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഒത്തിരി സന്തോഷം, മറ്റൊന്നും പറയാനില്ല. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം ആത്മാഭിമാനമുണ്ട്. അല്ലല്ല, ആദ്യത്തെ വോട്ടല്ല. അച്ഛനൊരു വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്രതീക്ഷിതമായിട്ടാണല്ലോ സ്ഥാനാർത്ഥിയാകുന്നത്. എനിക്ക് അപ്രതീക്ഷിതമായിരുന്നു. എന്താണെങ്കിലും ഒത്തിരി സന്തോഷം, ഒത്തിരി അഭിമാനം തോന്നുന്നു.